ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമ്മളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മളൊരു 5 വിസിലാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് പുളി ഇട്ടിട്ട് കുറച്ച് നേരം വെക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അരിഞ്ഞു വെച്ച സാമ്പാർ കഷ്ണങ്ങൾ, പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഒരു 2 വിസിലും കൂടി മടിച്ചെടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഈ സാമ്പാർ പൊടിയാണ് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 5 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായം പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ സാമ്പാർ നമുക്ക് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഡ്ഡലിയുടെ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത തട്ടിലോട്ടുള്ള ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇത് ചൂടാറി വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ നമ്മളിനി ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ സാമ്പാറുണ്ട്. അപ്പം നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. സാമ്പാറും ഇഡ്ഡലിയും ചുട്ടരച്ചൊരു ചമ്മന്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ ചുട്ടരച്ച ചമ്മന്തിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കാറെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന രീതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.